മുനമ്പത്ത് വഖഫ് ബോർഡും പ്രശ്നമാണ് അല്ലേ? ഇവരെല്ലാം മാറി നിന്നുകൊണ്ട് പല രീതിയിലുള്ള ടാബ്ലറ്റായിട്ട് കേരളത്തിലോട്ടൊരു ആശയം കൊടുത്തുകൊണ്ട് അതിനെ ഊതി വീർപ്പിച്ച് അതിനെ ബ്ലാസ്റ്റ് ചെയ്ത് അതൊരു പ്രത്യേക സമുദായത്തെ മുഴുവനും BJP-യിലോട്ട് അടുപ്പിക്കുന്ന തന്ത്രമാണ് എന്ന് നടന്നതെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ MP-മാരും പാർലമെൻറ്റിൽ സംസാരിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. വഖഫ് ബോർഡിൽ മറ്റ് മതസ്ഥരെ കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആദ്യകാലത്ത് പറഞ്ഞത്. ഞങ്ങൾ അതിനെയാണ് എതിർത്തത്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലോട്ട് വരുമ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് വലിയൊരു ബോർഡാണ് സർക്കാരിൻ്റെ കീഴിലുള്ള. അതിൽ ഈ പറയുന്ന മറ്റു മതസ്ഥരെ ഉൾപ്പെടുത്തിയാൽ കേരളത്തിൻ്റെ മതേതര ആ സംവിധാനം നഷ്ടപ്പെടും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർത്ത് പിറ്റേ ദിവസം രാവിലെ ബഹുമാനായ ഹോം മിനിസ്റ്റർ അമിത്ഷാജി ആ ഖണ്ഡിക ഒഴിവാക്കി. അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുന്ന ഖണ്ഡിക അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത്. ഞങ്ങൾ ഇനി മുന്നോട്ട് കേരളത്തിലോട്ട് എത്തുമ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടും കൊണ്ടുപോകുന്നത്.